എന്താ? ഞാൻ വേറിട്ടൊരു കാഴ്ച കാണിച്ചു തരാം. എന്നാലും ഒന്ന് കാണുമല്ലോ. ഇന്ന് എന്റെ ഒരു സബ്സ്ക്രൈബർ വരുന്നുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അപ്പോ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. എന്ത് വെയിറ്റ് ചെയ്യാൻ? ഇപ്പൊ വരും. അവൻ ഇപ്പൊ തന്നെ വരും. നമുക്ക് അവനെ ഒന്ന് നോക്കാം. സബ്സ്ക്രൈബർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയില്ല ആളെങ്ങനെയാണെന്ന് അറിയില്ല. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ആദ്യമായിട്ട് കാണുകയാണ്. അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട്. അവനെ രക്ഷിക്കാൻ പോയിട്ട് അവസാനം കുട്ടിയുടെ തിയറിയും തെറ്റി കൈക്കുഞ്ഞുമായിട്ട് കയറി വരരുത്. ഹായ്, യാത്രയൊക്കെ സുഖമായിരുന്നു? അവന്റെ ഒക്കെ ഒരു യോഗം തെണ്ടി. അവൻ അകത്ത് കുളിക്കാൻ പോയിരിക്കുകയാണ്. നമുക്കൊന്ന് ചെറുതായിട്ട് ടീസ് ചെയ്ത് നോക്കാം. ഞാൻ ഉറങ്ങിയ പോലെ കിടക്കും. അഭിനയാണ് കേട്ടോ. അപ്പൊ അവൻ എന്ത് ചെയ്യും നമുക്കറിയണ്ടേ. അവന് കളിക്കാൻ വല്ല അറിയോ? എന്റെ കയ്യിൽ എങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടാണ്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് കിടക്കുവാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലല്ല, സ്വാമിക്ക് ബുദ്ധിയുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വന്നാ മതി, ബെഡ്റൂമിലേക്ക്. ഞാൻ നൈസായിട്ട് കിടക്കാൻ പോവാണ്. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. എനിക്ക് മാത്രം ഒന്നും നടക്കണല്ലോ സാറേ, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം.